ഹലോ ഹായ് നമസ്തേ ഇറ്റ്സ് മീ ആതിര യുവർ ആദി ക്രിയേഷൻസ്. സോ നമുക്കൊരു കാർഡ് ഫ്രൈ ഉണ്ടാക്കിയാലോ. നിങ്ങൾക്ക് അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് നോക്കാം. ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ജീരകം എന്നിവ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. വലിയ ജീരകം ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, തൈര്, ഉപ്പ് എന്നിവ എടുത്തിട്ടുണ്ട്. മെയിൻ പെപ്പർ റോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെപ്പർ ആവശ്യമാണ് കേട്ടോ. കാടയാണ്. അതുപോലെ ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. കാട 2 കാടയാണ് എടുത്തിരിക്കുന്നത്. 2 കാട 4ആയി കട്ട് ചെയ്തതിന് ശേഷം അതിനെ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം തൈര് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു വെളുത്തുള്ളി, പച്ചമുളക്, ജീരകങ്ങളൊക്കെ മിക്സ് ചെയ്ത മിക്സ് ഉണ്ടല്ലോ, അതും ആഡ് ചെയ്തു. അതിനുശേഷം ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഉള്ളിയാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം പെട്ടെന്ന് തന്നെ അത് വഴണ്ടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകങ്ങൾ ചേർന്നിട്ടുള്ള മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തത് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി, മുളക് പൊടി വളരെ കുറവാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. കാരണം ഒരു പെപ്പർ റോസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനി നമ്മൾ ഇതിലോട്ട് കാട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന കാട നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തു. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മല്ലിപ്പൊടിയാണ്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായി അടച്ച് വെച്ച് കഴിച്ചു. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ചപ്പാത്തി ആയിരുന്നു ഉണ്ടാക്കിയത്. ചപ്പാത്തി കൂടി മെല്ലെ നമുക്ക് ആ ഗ്യാപ്പിൽ ഒന്ന് ചുട്ടെടുക്കാം. ഇതാ നമ്മുടെ കാട ഫ്രൈ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 3 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് വേവിക്കാൻ വെക്കണം. കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ കാട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും പറയുക. ബൈ.